വെൽക്കം ടു വൈൽഡ് മാലോ. LDC LGS 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി സിലബസ് അനുസരിച്ചിട്ടുള്ള SCRT ചാപ്റ്ററുകളുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ് നാച്ചുറൽ സയൻസ് പാർട്ടിലെ മനുഷ്യ ശരീരങ്ങളെക്കുറിച്ചുള്ള പൊതു അറിവ് ടോപ്പിക്കിൽ വരുന്ന 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നമുക്ക് പഠിക്കാനുള്ള 2 ചാപ്റ്ററുകളാണ് ഇന്നെടുക്കുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ജീവൻ്റെ ചെപ്പുകളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൊരു പോയിന്റ് എന്താണ് മൈക്രോസ്കോപ്പ് എന്നാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാനുള്ള ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. എന്താണ് ഈ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. ഈ വൈറസ്, ബാക്ടീരിയ, അമീബ, പാരമീസിയം, യുഗ്ലിന ഇതൊക്കെ എന്താണ്? സൂക്ഷ്മജീവികളാണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താണ് കോശങ്ങൾ അഥവാ സെൽസ് എന്നാണ്. നമ്മുടെ ജീവശരീരം അതായത് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? അനേകം ചെറുഘടകങ്ങൾ ചേർന്നിട്ടാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെയാണ് നമ്മൾ കോശങ്ങൾ അഥവാ സെൽസ് എന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ജീവികളുണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയാം. അമീബ, പാരമീസിയം, യുഗ്ലിന, ബാക്ടീരിയ ഒക്കെ ഏകകോശ ജീവികളാണ്. ശരീരത്തിൽ ഒന്നിലധികം അതായത് ബഹുകോശ ജീവികൾ, ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത് ഒരു കോശത്തിനുള്ളിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്നാണ്. മെയിനായിട്ട് മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ഒരു കോശത്തിനുള്ളിൽ ഉണ്ടാവുക. ഇതാണ് ഈ പിക്ചറിൽ ഒരു ജന്തുകോശം, ഒരു അനിമൽ സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം കോശസ്തരം അതായത് സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കോശദ്രവ്യമുണ്ട്, അതായത് സൈറ്റോപ്ലാസം. ഏറ്റവും സെൻട്രലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ന്യൂക്ലിയസ്, ഒരു മർമ്മം കാണാൻ പറ്റും. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. അപ്പോൾ ഒരു കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മർമ്മമുണ്ട്, അതായത് ന്യൂക്ലിയസ് ഉണ്ട്, കോശദ്രവ്യം ഏതാണ്? സൈറ്റോപ്ലാസം ഉണ്ട്, അതേപോലെ കോശസ്തരം സെൽ മെംബ്രെയിൻ. കോശത്തിന്റെ കേന്ദ്രഭാഗത്തെ പറയുന്ന പേരാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന്. ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗത്തെ പറയുന്ന പേരെന്താണ്? മർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശത്തിന്റെ ആവരണത്തെയാണ് കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം, ആ ലിക്വിഡ് ഫോമിനെയാണ് നമ്മൾ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയാം. നമ്മൾ പറഞ്ഞല്ലോ ബഹുകോശ ജീവികളിൽ ഒന്നിലധികം കോശങ്ങളുണ്ട്. നമ്മൾ മനുഷ്യരിൽ ഇതുപോലെ പലതരം കോശങ്ങളുണ്ട്. അതിലൊന്നാണ് പേശികോശം അഥവാ മസ്കുലാർ സെൽസ് എന്ന് പറയുന്നത്. അതേപോലെ നാഡീകോശങ്ങൾ, നെർവ് സെൽസ്, പലതരം എന്താണ് ബ്ലഡ് സെൽസ്, ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിലുള്ള പലതരം കോശങ്ങളാണ്. ബഹുകോശ ജീവികളിൽ ഇതേപോലെ കോശങ്ങളിൽ അതിലെ കമ്പോണൻസ് അതായത് കോശ ഘടകങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ജന്തുകോശങ്ങളിലെ ഘടകങ്ങളായിരിക്കില്ല സസ്യകോശത്തിൽ കാണാം. ജന്തുകോശത്തിൽ കാണാത്ത പല ഘടകങ്ങളും സസ്യകോശത്തിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു കമ്പാരിസൺ പോലെ ഒരു ജന്തുകോശവും ഒരു സസ്യകോശവും തന്നിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന ഭാഗങ്ങളുണ്ട്, സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് മർമ്മകം അതായത് ന്യൂക്ലിയസ്, പിന്നെന്താണ് കോശദ്രവ്യം, അതേപോലെ ഫേനം, കോശസ്തരം. ഇതൊക്കെ 2 സെൽസിലും അതായത് അനിമൽ സെൽസിലും സസ്യകോശത്തിലും എന്താണ് കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ്. എന്നാൽ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സാധനമാണ് ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ കോശഭിത്തി, സെൽവാളും ഇതേപോലെ സസ്യകോശത്തിൽ മാത്രമായിരിക്കും കാണാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്റർ 10 രൂപത്തിനും ബലത്തിനുമാണ്. ഇതിൽ നമ്മൾ അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ എന്താണ് പുറംപാളികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ പിക്ചറിൽ കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം പുറംപാളികളുണ്ട്. എന്നാൽ ഈ ഇതിൽ തന്നിരിക്കുന്ന ജീവികളിൽ പോലും അവരുടെ ആ ഒരു പുറംതോട് അല്ലെങ്കിൽ പുറംപാളി എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത്. ശരിയല്ലേ? ഈ ഒച്ച്, ചിപ്പി പോലുള്ള സാധനങ്ങൾക്കൊക്കെ എന്താണ് ഇത്രയും കട്ടിയുള്ള പുറന്തോടുകളാണുള്ളത്. എന്നാൽ ഈ പഴുതാര, തേരട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ നോക്കി കട്ടി കുറഞ്ഞതാണ്. എന്തിനാണ് ഈ ജീവികൾക്ക് ഇതേപോലെ പുറന്തോടിൻ്റെ ആവശ്യം? ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതേപോലെ അവരുടെ ആകൃതി നിലനിർത്താൻ വേണ്ടിയും അതേപോലെ എന്താണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമാണ് ഈ പുറന്തോടുകൾ ഈ ജീവികളെ സഹായിക്കുന്നത്. പുറന്തോടിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുക, അവരുടെ ആകൃതി നൽകുക, അതേപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ പുറന്തോടുകൾ ഈ ജീവികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ശരീരത്തിന്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് ബാഹ്യാസ്ഥികൂടങ്ങൾ അതായത് എക്സോസ്കെലട്ടൺ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ പുറത്ത് കാണുന്ന ഇത്തരം ആവരണങ്ങളെ, പുറന്തോടുകളെയാണ് നമ്മൾ ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെലട്ടൺ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്താണ്
ഇങ്ങനെ പുറംപാളികൾ മാത്രമല്ലാതെ ഇങ്ങനെ ഇത്ര കട്ടിയിൽ കാണുന്ന പുറംപാളികളല്ലാതെ നമ്മുടെ മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതമ്പലുകൾ, അതുപോലെ പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണെന്ന് പറയും. അടുത്തത് നമുക്ക് ആന്തരാസ്ഥികൂടങ്ങൾ എൻഡോസ്കെലട്ടൺ എന്താണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ കുറച്ച് ജീവികളുടെ ആന്തരാസ്ഥികൂടങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ശരീരത്തിന് ഉള്ളിൽ കാണുന്ന അസ്ഥികൂടങ്ങളാണ്. ഇവിടെ പശുവിൻ്റെ ആയാലും ശരി, ആടിൻ്റെ ആയാലും ശരി, പൂച്ചയുടെ ആയാലും ശരി, മീനിൻ്റെ ആയാലും ശരി, പല്ലിയുടെ ആയാലും ശരി ഒക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് അസ്ഥികൂടങ്ങൾ കാണുന്നത്. ഇതുപോലെ ശരീരത്തിനുള്ളിൽ അസ്ഥികൂടങ്ങൾ കാണുന്നതിനെയാണ് നമ്മൾ ആന്തരിക അസ്ഥികൂടങ്ങൾ അഥവാ എൻഡോസ്കെൽട്ടൻസ് എന്ന് പറയുന്നത്. ചില ജീവികൾക്ക് എന്താണ്? ശരീരത്തിനകത്തും പുറത്തും അസ്ഥികൂടങ്ങൾ കാണും. അതാണ് ആമ, ചീങ്കണ്ണി, മുതല തുടങ്ങിയ ജീവികൾക്ക് എന്താണ്? ആന്തരിക അസ്ഥികൂടവും ഉണ്ട്, ബാഹ്യ അസ്ഥികൂടവും കാണുന്നുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. എന്തിനാണ് ഈ അസ്ഥികൂടം നമ്മുടെ ശരീരത്തിന്? അസ്ഥികൾ എന്തിനാണ്? ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകാനും അതുപോലെ ചലിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നതും ഈ അസ്ഥികൂടങ്ങളാണ്. അടുത്തത് നമ്മുടെ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളുടെ ചിത്രങ്ങളാണിത്. തലയോട്, വാരിയെല്ല്, കൈയിലെ എല്ലുകൾ, നട്ടെല്ല്, അതുപോലെ തുടയെല്ല്, ഇങ്ങനെ പലതരം അസ്ഥിഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഇത് പലതിനും നമുക്ക് പല ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ തലയോടിൻ്റെ ഫംഗ്ഷൻ വേറെയാണ്, വാരിയെല്ലിൻ്റെ ഫംഗ്ഷൻ വേറെയാണ്, നട്ടെല്ലിൻ്റെ ഫംഗ്ഷൻ വേറെയാണ്. അതൊക്കെ ഏതാണെന്ന് നോക്കാം. അസ്ഥികൾ പലവിധം. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റു എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ഓരോന്നിനും ഓരോ ഷേപ്പും വലിപ്പമൊക്കെ തന്നെയാണ്. തലയോടിൻ്റെ പ്രത്യേകത എന്താണ്? തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലച്ചോറിനെ സംരക്ഷിക്കുന്നത് എന്താണ്? തലയോടാണ്. തലയോട്ടിയിൽ താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. അത് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ, നമ്മുടെ തലയോടിൽ ചലന സ്വാതന്ത്ര്യമുള്ളത് താടിയെല്ലിന് മാത്രമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഒരു മൂവ്മെന്റ് വരുന്നത് എവിടെ നിന്നാണ്? ഈ താടിയെല്ലിലാണ്. അപ്പോൾ തലയോട്ടിയിൽ കീഴ്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയെല്ലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ഏതാണ്? കീഴ്ത്താടിയെല്ലുകളാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ലെന്ന് പറയുന്നത് തുടയെല്ലാണ്. തുടയെല്ല് അഥവാ ഫീമർ എന്ന് പറയും. തുടയെല്ല് അഥവാ ഫീമറാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല്. അതുപോലെ ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നമ്മുടെ ശരീരത്തെ നേരെ നിർത്തുന്നത് എന്താണ്? നട്ടെല്ലാണ്. നട്ടെല്ലിനെ ഏൽക്കുന്ന ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്കും കാരണമായേക്കാം. ഇപ്പം നട്ടെല്ലിനെ ഏൽക്കുന്ന ക്ഷതങ്ങളൊക്കെ എന്താണ്? നമ്മുടെ തളർച്ചയ്ക്ക് കാരണമാവും. ശ്വാസകോശങ്ങൾ, അതുപോലെ ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകളാണ് നമ്മുടെ ശ്വാസകോശങ്ങളെയും ഹൃദയത്തെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഫീമർ അല്ലെങ്കിൽ തുടയെല്ലെന്ന് പറയുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിക്കുള്ളിലെ സ്റ്റേപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അപ്പോൾ അസ്ഥികൾ, മനുഷ്യ ശരീരത്തിലെ പലതരം അസ്ഥികൾ എന്താണെന്ന് നമ്മൾ നോക്കി. തുടയെല്ല്, വാരിയെല്ല്, തലയോട്, നട്ടെല്ല്, ഇങ്ങനെ പലതരം അസ്ഥികൾ നമുക്കുണ്ട്. അടുത്തത് ഈ അസ്ഥികളൊക്കെ എത്ര എണ്ണം വീതമാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത് നോക്കാം. ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ മാത്രമേ ഉണ്ടാവൂ. ഒരു ന്യൂ ബോൺ ബേബിയിൽ എത്ര എല്ലുകൾ? ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. നമ്മളൊരു അഡൽട്ട് ഏജിലേക്ക് വരുമ്പോൾ, നമ്മൾ പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഇതിൽ പലതും ഒന്നിച്ച് ചേർന്ന് 206 അസ്ഥിയായിട്ട് മാറും. അപ്പോൾ ജനന സമയത്ത് അല്ലെങ്കിൽ ജനിക്കുന്ന ഒരു സമയത്ത് ഒരു കുഞ്ഞിന് എത്ര അസ്ഥി ഉണ്ടാവും? 300 അസ്ഥി ഉണ്ടാവും. പക്ഷേ ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്ക് വരുമ്പോൾ അത് എത്രയായിട്ട് മാറും? നമുക്ക് 206 അസ്ഥികളായിട്ട് മാറും. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ് ഉള്ളത്. തലയോടിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളുണ്ട്. വാരിയെല്ലിൽ 24 അസ്ഥികളുണ്ട്. ഓരോ കാലിലും 30 അസ്ഥികളുണ്ട്. അപ്പോൾ 2 കാലിലും കൂടിയിട്ട് എത്ര അസ്ഥികളുണ്ടാവും? 60 അസ്ഥികളുണ്ടാവും. അരക്കെട്ടിൽ 2 അസ്ഥികളുണ്ടാവും. നട്ടെല്ലിൽ 33 അസ്ഥികളുണ്ടാവും. ഓരോ കൈയിലും 32 അസ്ഥി വീതമാണ്. അങ്ങനെ എത്രയാ? 64 അസ്ഥികളുണ്ട്. മാറലിൽ 1 അസ്ഥി. ഇങ്ങനെയാണ് നമ്മുടെ അസ്ഥികളുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ബോഡിയിലുള്ളത്. തലയോട് 22, വാരിയിൽ 24, ഓരോ കാലിലും 30, 2 കാലിലും കൂടെ 60, അരക്കെട്ടിൽ 2, നട്ടെല്ലിൽ 33, ഓരോ കാലിലും 32, മൊത്തം 64, മാറലിൽ 1. ഇങ്ങനെയാണ് അസ്ഥികളുടെ ഡിസ്ട്രിബ്യൂഷൻ. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. നമ്മുടെ മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള അസ്ഥികളാണ്. ഇതിനെയാണ് നമ്മൾ തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത്. മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ് തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഇത്തരം തരുണാസ്ഥികളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അടുത്തത് ഈ അസ്ഥികൾ എങ്ങനെയാണ് നമുക്ക് ചലനം സാധ്യമാക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മുടെ അസ്ഥികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് പറയുന്നത്.
പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നത് അസ്ഥികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്, അതായത് ജോയിൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ 3 തരം ജോയിൻസ് ആണുള്ളത്. ഒന്ന് ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻസ് എന്ന് പറയും. രണ്ടാമത്തേത് വിജാഗരി സന്ധി, ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും. മൂന്നാമത്തേത് എന്താണ്? പിവറ്റ് ജോയിന്റ് എന്ന് പറയും, കീലസന്ധി. ഇനി എന്താണ് ഗോളരസന്ധി എന്ന് നോക്കാം. ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മുടെ തോളെല്ലിലും അതുപോലെ ഇടുപ്പെല്ലിലും കാണുന്ന സന്ധിയാണ് എന്ത്? ഗോളരസന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ എന്ത് സന്ധികളാണ്? ഗോളരസന്ധികളാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഒരു ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന പോലുള്ള സന്ധികളാണ് എന്ത്? ഗോളരസന്ധികൾ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഇതിനാണ്, ഗോളരസന്ധിക്കാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള 2 ഭാഗം ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഈ ഒരു രീതിയാണ് ഗോളരസന്ധിക്കുള്ളത്. ഗോളരസന്ധികൾ കാണപ്പെടുന്ന സന്ധികൾ ഏതൊക്കെയാണ്? തോളെല്ലിലും ഇടുപ്പെല്ലിലുമാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തെ സന്ധി വിജാഗരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും. നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നത് വിജാഗരി സന്ധിയാണ്. വിജാഗരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളെയാണ് നമ്മൾ വിജാഗരി സന്ധി എന്ന് പറയുന്നത്. ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിവുള്ള സന്ധികളെ നമ്മൾ വിജാഗരി സന്ധി എന്ന് പറയും. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നത് വിജാഗരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ് ആണ്. അടുത്തത് കീലസന്ധി അഥവാ പിവറ്റ് ജോയിന്റ് എന്ന് പറയും. നമ്മുടെ കഴുത്ത്, നമ്മുടെ തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗം കൂടി ചേരുന്ന ആ ഒരു പോർഷൻ, ഈ ഒരു പോർഷനിൽ കാണുന്ന സന്ധിയാണ് കീലസന്ധി അഥവാ പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഇങ്ങനെയാണ് കീലസന്ധിയുടെ ഫംഗ്ഷൻ വരുന്നത്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഇങ്ങനെയാണ് കീലസന്ധി. അപ്പോൾ 3 സന്ധികൾ ഏതാണെന്ന് പഠിച്ചല്ലോ. ഗോളരസന്ധിയുണ്ട്, വിജാഗരി സന്ധിയുണ്ട്, കീലസന്ധിയുണ്ട്. ഗോളരസന്ധി കാണുന്നത് തോളലിലും ഇടുപ്പല്ലിലുമാണ്. വിജാഗരി സന്ധി കാണുന്നത് കൈമുട്ടിലും കാൽമുട്ടിലും. കീലസന്ധി കാണുന്നത് കഴുത്തിലുമാണ്. അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് അസ്ഥിഭംഗം എന്താണെന്ന്. ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതിനോ കാരണമാകും. അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥി ഒടിയുന്നതിനെ അസ്ഥിഭംഗം എന്ന് പറയുന്നു. ചിലപ്പോൾ അസ്ഥികൾക്ക് സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അസ്ഥി ഒടിയുന്നതിനെ അസ്ഥിഭംഗം എന്നും അസ്ഥികൾക്ക് സ്ഥാനം തെറ്റുന്നതിനെ സ്ഥാനഭ്രംശം എന്നും പറയുന്നു. ഒടിഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ ഇളകാതെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടും. എന്താണ് ഈ സ്പ്ലിന്റ് എന്ന് പറയുന്നത്? മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ളൊരു താങ്ങു പലകേനെയാണ് നമ്മൾ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാനായിട്ട് സ്പ്ലിന്റ് വെച്ച് കെട്ടുന്നത് ഹെൽപ്പ് ചെയ്യും. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് നമ്മൾ കാൽസ്യം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം പറയുന്നത്. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയ്ക്കാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതുകൊണ്ടാണ്. പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. ഇതിനെ അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? കുമ്പളങ്ങയുണ്ട്, പടവലങ്ങയുണ്ട്, പേരയ്ക്കയുണ്ട്, ചാമ്പയ്ക്കയുണ്ട്, മുട്ട, പാൽ, ചെറുമത്സ്യങ്ങളിലൊക്കെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഇത്രയും പോർഷൻസേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.